ഹായ്, ഹാപ്പി ഫാമിലി എംപവർമെന്റിಗೆ ഞാൻ നിങ്ങളെ വെൽക്കം ആക്കിയോണ്ടല്ലേ. കഴിഞ്ഞതിൽ ഞങ്ങൾ ബേസിക് ആയിട്ടുള്ളത് ഞങ്ങൾ പഠിച്ചൊരു കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഹാപ്പി എന്നെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആയെങ്കിൽ അത് കമ്മിറ്റിയെ ഫുള്ള് ഹാപ്പി ഒരു ബറക്കത്തുള്ളത് ഉണ്ട് ഞങ്ങളെല്ലാം പഠിച്ചു അല്ലേ. അതിർത്തില്ല ഞങ്ങൾ ഒന്നു വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലേ. ഞങ്ങളെ ഞങ്ങൾക്കൊരു ഇന്നർക്ക് ഞങ്ങൾ ഒന്ന് പോയെങ്കില ഞങ്ങളെ ഉൽഗത്തുക്ക് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ഫാമിലിയാ അല്ലെങ്കിൽ ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ഫാമിലിയാണ്. ഒരു ആക്ടിവിറ്റി ഒരു ചെറിയ റൈറ്റ് എല്ലാരും ഒന്ന് കണ്ണ് ക്ലോസ് ആക്കാറില്ല. ജസ്റ്റ് ഞങ്ങളെ ഒന്ന് അനാലിസിസ് ആക്കാം. ഞാൻ ഏത് ഫാമിലി അഡ്ജസ്റ്റ്മെന്റാ, നന്റെ ഫാമിലി അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ളമ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഏതുണ്ട് ഒന്ന് ചെറിയൊരു ടെസ്റ്റ്. ഒന്ന് ക്ലോസർ ഐസ്, കണ്ണെല്ലാരെ ഞാൻ ചിമ്പറ പോലെ ഒന്ന് എല്ലാരും ക്ലോസ് ആക്കി കണ്ണ്. ഒന്ന് ബോഡിയുടെ എല്ലാ ഭാഗവും ഫുള്ളായിട്ടൊന്ന് റിലാക്സ് ആക്കുക. മസിൽസ് ഒന്നും വെക്കോത്തീറ, ബോഡി ഫുള്ളായിട്ടൊന്ന് ഫ്രീ ആക്കിയിട്ടിട്ട. ചിന്ത അത് ഇത് എല്ലാം വരൂ, ഒന്നും കോൺസെൻട്രേഷൻ ആക്കണ്ട. ഒരു 2 സെക്കൻഡ് വെറും ഞങ്ങൾ എടുക്കറ് ബ്രീത്തുക മാത്രം ഒന്ന് കോൺസെൻട്രേഷൻ ആക്ക. ലോങ് ബ്രീത്ത് അല്ല, നോർമൽ ബ്രീത്തുക മാത്രം കോൺസെൻട്രേഷൻ ആക്ക. ശ്വാസം ഉൽഗത്തുക്ക് എടുക്കറ്, പുറത്തേക്ക് വിടുറോ. ശ്വാസം ഉൽഗത്തുക്ക് എടുക്കറ്, പുറത്തേക്ക് വിടുറോ. ശ്വാസത്തിക്ക് മാത്ര ശ്രദ്ധ കേന്ദ്രാക്കി ദിക്കറു. ശ്വാസത്തിക്ക് മാത്ര കോൺസെൻട്രേഷൻ ആക്കറു. ഇപ്പൊ നിങ്ങളൊട്ടിಗೆ നീ ഒന്ന് കേക്ക. നാണ് അണ്ടർസ്റ്റാൻഡിങ് ഫാമിലിയാ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഫാമിലിയാ? ഇത് റിയൽ ആയിട്ട് ഒന്ന് കേൾക്കണം. ഇതൊരു ആക്കുക പിടിക്കുക അത് ഇതൊന്നും അല്ല, അല്ലെങ്കിൽ ರಾಯತಂಕ അല്ലെങ്കിൽ ಬೇರೆ ಗೊಂತವರ ವಿಷಯವೂ ಅಲ್ಲ. ಅಕಾರಣ ಕೊಂಡ್ಬಿಟ್ಟು ಕ್ಲಿಯರ್ ಕಟ್ಟಲು ഞങ്ങളൊട്ടിಗೆ ഞങ്ങളൊന്ന് കേൾക്ക. സാറ് നാളത്തെ ക്ലാസ്സിൽ ചൊന്ത് അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി ചൊന്നെങ്കിൽ ഒരു കമ്മിറ്റി പോലെ പ്രസിഡന്റ് സെക്രട്ടറി ബാപ്പ ഉമ്മ അങ്ങ ഏത് ടൈപ്പിലുള്ളാറ് അതുകൊത്തൊട്ടൈറ്റിക്കറ് ಅದರ ಕೀಳ್ಗಡಗ ಎಲ್ಲ ಬಂಡೆ ಅಂತ ಚೊನ್ನಟ್ಟು ಇನ್ನಾಲ್ತು ಲೈವ್ എല്ലാം ഞങ്ങൾ അർത്ഥാക്കി ഇണ്ട്. ഞങ്ങളൊട്ടിಗೆ ഞങ്ങൾ ഒന്ന് കേൾക്ക. അഡ്ജസ്റ്റ്മെന്റാ നന്റെ ലൈഫ് അഡ്ജസ്റ്റ്മെന്റാ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്? ಅದರಿടയിൽ ಬೇರೆ ಥಾಟ್ಸ್ ಎಲ್ಲ ಬಂದೋಂಟಿಕ್ಕು ഒന്നുകും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇതൊക്കെ നിങ്ങളെ അൺകോൺഷ്യസ് ആൻസർ തരട്ടെ. അത്രത്തോളം നിങ്ങൾ തെല്ല് വൈറ്റ് ആക്കും. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ കൊടുക്ക. അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് എൻ്റെ ലൈഫ്. ഓക്കെ, മെല്ലെ ഓപ്പൺ യുവർ ഐസ്. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒരു
ചെറിയൊരു അതിപ്പോ 100 എല്ലാം ഇരുന്നിട്ടല്ല നാ ചൊല്ല് നിങ്ങക്കായെ കുറേ ഓരോന്നും അത് ഒന്ന് കൂടിത്തല്ല ഡീപ്പ് ലെവലിൽ നങ്ങ തെച്ചെങ്കിൽ കറക്റ്റായി തർത്താവൂ നങ്ങ വന്ന കൾച്ചറും അത് ഇത് കൊത്തിട്ടേ ഞങ്ങളെ ബ്രെയിൻ പ്രോഗ്രാം ആയിരേ എന്നില്ലാണ്ട് അയാള് സരിയില്ല അല്ലെങ്കിൽ ഇയാള് അവള് സരിയില്ലാണ്ടും ഒരു ആവശ്യകതയും ബണ്ടില്ലാണ്ട് കറക്റ്റായിട്ട് ഡീപ്പ് ലെവലിൽ ഈ ഒരു ടൈപ്പിൽ ഒരു 10 മിനിറ്റ് ഞങ്ങൾ തെച്ചെങ്കില്ല ഞങ്ങൾക്ക് വീഡിയോ ഇത് കൊണ്ടിട്ടു ലിമിറ്റ് ഉണ്ട് അത് കേട്ടിരിക്കുന്നതാണ് യാരതെ പാട്ടാത്ത ഞങ്ങ ഇത് സൊല്യൂഷൻ ഇതേനായിട്ട് റായി ചൊത്തിട്ട് കാര്യമില്ല ഞങ്ങളെ ഉൽഗത്തിലെ ഇട്ടിക്കറ് ഞങ്ങൾക്ക് അതേക്കുള്ള പരിഹാരം ഉള്ള റൈറ്റ് ഞങ്ങ ഒരു സമസ്യ ಬಂದೆಂಗಿಲ್ ನಂಗ ರಾಯ ಚುತ್ತದಿರಂಟ ಮುನ್ನೋಲು ಸೊಲ್ಯೂಷನ್ಗೆ ಬೇನಾയിട്ട് ರಾಯ ತಿರ್ರದಿರಂಟ ಮುನ್ನೋಲು ഞങ്ങളൊട്ടിಗೆ ನಂಗ ಇದಕ್ಕೆ ಫಸ್ಟ್ ಕೇಕ ഞങ്ങളെ ഉൽഗത്തിലെ ಇದಕ್ಕುള്ള പരിഹാരം ഓൾറെഡി ഉണ്ടു എവിടെ ഞങ്ങൾക്ക് സമസ്യ ഉണ്ടോ അവിടെ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടോ ലോകത്ത് ചെമ്മ ബീഗയിക്കും ആ ബീഗത്തുക്ക് താക്കോലില്ലാണ്ടിക്കുക അതേപോലെ സമസ്യ ഇപ്പൊ എത്തരമായിക്കൂ ചിലപ്പോ ആ സമയത്തെ പരിഹാരത്തുക്ക് വേണായിട്ട് ആ ബീഗത്തുക്ക് താക്കോൽ ഒന്നിലും ഓപ്പൺ ആവട്ടുണ്ടാ ഇല്ല ಅದಕ್ಕೂ ಕುರಿ ಎಂದರೆ ಚಾವಿ ಇಡೋನು ಎಡ್ಕೋನು ഏതെങ്കിലും ഒന്നില് എന്തിനാവൂ ಅದಕ್ಕೆ ಪರಿಹಾರ കിട്ടും അതേപോലെ ഞങ്ങൾ ഒരു നാളാ എന്തെങ്കിലും ഒരു സമസ്യ പണ്ടെന്നുള്ളൂ അത് ആരുടെയും അത് ഇത് അപ്പറ ഇപ്പറ പ്രചാരാക്കണമെന്നുള്ളൂ ഞങ്ങളൊട്ടിಗೆ ഞങ്ങൾ ಇದಕ್ಕೆ കേട്ടെങ്കിൽ ഞങ്ങളെ അൺകോൺഷ്യസ് അതുക്കുള്ള പരിഹാരം ഞങ്ങൾക്ക് തണ്ട് റൈറ്റ് അപ്പൊ ആ ഒരു ടൈപ്പിലായിട്ട് ഇക്കോണു ഇതൊരു ഫസ്റ്റ് ബിഗിനിങ് ആ ഒരു ടൈപ്പ് ഇനി ആ ഒരു ടൈപ്പിൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലായിട്ട് ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങളെ അർത്ഥാക്കര പോലത്തെ നല്ല ഒരു സൈക്കോളജിസ്റ്റ് മുട്ട പോയിട്ട് കണ്ടിട്ട് അതുക്കുള്ള പരിഹാരം എടുക്കണേ ഫസ്റ്റ് കൂടെ ഞങ്ങളൊട്ടിക്ക് മുന്നെങ്കിൽ ആ ഡോർ ഓപ്പൺ ആയിക്കെങ്ങ റൈറ്റ് കാരണം ഇതില് അഡ്ജസ്റ്റ്മെന്റ് ആയെങ്കിൽ ഞങ്ങളെ ലൈഫ് ഒരു അവസ്ഥ ഒരു മാച്ചില്ല പോലെ ആയിട്ട് റൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയെങ്കിൽ ഇതിലിപ്പോ ഞങ്ങ അഡ്ജസ്റ്റ്മെന്റ് ആയി ഞങ്ങൾ സിംഗിൾ അവര് ഞങ്ങൾ ആർക്കും ഉട്ടകവರು ಇದರ ಕಂಡಾಕೋಗವರು ಎತ್ತರ ಬೇನಿಗೆ ഞങ്ങൾ ഉർട്ടകുമವರು ആർക്കും ಎಸ್ ಆರ್ ನೋ ಕಾರಣ ഞങ്ങ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളേ ഏത് ടൈപ്പിലും ആൾമാർ ഞങ്ങളെ ഉർട്ടകവರು ഏത് ടൈപ്പിലും അങ്ങനെ ഞങ്ങള് ബെൻഡാക്കറാറ് റൈറ്റ് ഞങ്ങ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ആയെങ്കിൽ ഇതൊരു മാച്ചില്ല പോലെ ആയിട്ട് ഇത് ബാപ്പ ഉമ്മ മക്ക ബെലിമോണു ചെറിയവളു വലിയവളു എല്ലാം ഞങ്ങൾ ഒത്തൊരുമയായിട്ടുണ്ടെങ്കിൽ ഇതിന് ഞങ്ങൾക്ക് ബിൽക്കുല് ഞങ്ങൾ ആരെങ്കിലും പന്ത് പാട്ടോ സാധ്യമുണ്ടാ അല്ല പന്ത് പാട്ടോ സാധ്യമുണ്ടായിട്ടിത് അതൊക്കെ ഇരിക്കുന്നതാണ് ഇതില് ഒന്ന് ഞങ്ങളെ ഉൽഗത്തിക്ക് ഡീപ്പ് ലെവലിലേക്ക് ഒരു ചെറിയ ഒരു തെറാപ്പിയെ പോലെ ജസ്റ്റ് ഒന്ന് ഞാൻ ആക്കി ಅದಕ್ಕೆ റൈറ്റ് ഇനി ഞങ്ങൾ ഒത്തൊരുമയില്ലെങ്കിൽ ഞങ്ങളെ അവസ്ഥ ഇതേ ഞങ്ങളെ പിന്നെയും എന്തിനാക്കിക്കൊണ്ടിരിക്കാറ് എങ്ങനെ വേണമെങ്കിൽ ഊർക്കാറ് ഞങ്ങൾ അത് കൊത്തിട്ടേ ഞങ്ങൾ എന്തിനാവറാ പോയോണ്ടിരിക്കാറ് ഞങ്ങളെ ലൈഫ് റൈറ്റ് ഞങ്ങൾ ഒത്തൊരുമ ഞങ്ങളെ ഫാമിലി ആ ഒരു ടൈപ്പിൽ നിന്നെങ്കിൽ ഞങ്ങൾ ആരും എങ്ങനെ പെയിന്റ് പാട്ടൊക്കെ പോലും ഇനി ഏത് ടൈപ്പിലുണ്ട് എത്ര ഉണ്ട് കപ്പാസിറ്റി ഇട്ടെങ്കിൽ പോലും പന്ത് പാട്ടോ സാധ്യമില്ല അതായിട്ട് മാച്ചില് ഞങ്ങൾക്ക് പഠിപ്പാട്ട് പാട്ട എസ് ആർന്നു അത് കേട്ടിക്കുന്ന ചൊല്ലേ അണ്ടർസ്റ്റാൻഡിങ് ലൈഫായിട്ട് അതാ ഞങ്ങളുടെ ആ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതെ ഞങ്ങൾ മഞ്ഞളായിട്ട് 10 വർഷമായിട്ടില്ലേ 15 വർഷമായിട്ടില്ലേ 15 വർഷമായിട്ടില്ലേ ഞങ്ങൾ മഞ്ഞളായിട്ട് 50 വർഷമായിട്ട് എത്ര വർഷം വേണമെങ്കിൽ ആവട്ടെ മരിക്കുന്ന ടൈമില് നല്ലതായിട്ട് മരിക്കൂ അല്ലേ ആ ഒരു ടൈപ്പിൽ ഉദ്ദേശിக்கிறങ്ങല്ലേ എല്ലാരും
നല്ല ചന്തത്തിലൂടെ ജീവിച്ച് ചന്തത്തിലേ മരിക്കുന്നു. അപ്പൊ എത്ര വർഷമായെങ്കിലും പ്രശ്നമില്ല. ഞങ്ങൾക്കെതിരെ ചേഞ്ചസ്, ഞങ്ങൾക്കെതിരെ ആവുന്നു ചെന്നിട്ടുള്ള ഒരു അട്ടമാരി തന്നെ ഞങ്ങൾക്ക് ഇന്നെങ്കിൽ എപ്പമാവും ഞങ്ങൾക്ക് ചേഞ്ചസ് ആക്കുക അവരതിരെ, റൈറ്റ്? അപ്പൊ അതിരെ ആ ഒരു ഇടയിൽ ഇത്ര വർഷത്തെ ഇടയിൽ ചില മറയ്ക്കൂ എന്തൊരു ഞങ്ങ അങ്ങനെ ആയല്ല ഇങ്ങനെ ആയല്ലത് അത് അപ്പറിപ്പറ കണ്ണ് നോക്കിയിട്ട് ഒന്ന് ഇതിരുമ്മ ഞങ്ങക്ക് ഈ ഇതര വിഷയത്തില് കുറെ ഞങ്ങക്ക് എന്തോ ഗൊಂತಿല്ലാത്തത് കൊണ്ടിട്ടു ನಾನು ಎಂದರೆಲ್ಲ ನಿಂದೆ ಎತ್ತರೆಲ್ಲ ನಾನು ಉಪದ್ರಾಕಿಟ್ಟು ಇಪ್ಪಲುಮ್ಮ ನಕ್ಕ ನೀನು ದಿನಿಯಾವಳು ಮಾಖರತ್ಲೆ ನೀ ಮಾಫಾಕಲೆ അപ്പറ ഇപ്പറ ഒന്നു കണ്ണ് നോക്കിട്ട് അല്ലെങ്കിൽ അപ്പറ ഇപ്പറ മാപ്പിള പിഞ്ഞായി കൈ പിടിച്ചിട്ട് കണ്ണ് നോക്കിട്ടൊന്ന് നോക്കിയെങ്കിൽ ഞങ്ങള് ഉൽഗത്തെ മര പോവായില്ലേ. ഇനി എത്ര പേര് ഉപദ്രാക്കിട്ടെന്നെങ്കിലും എത്ര ഞങ്ങളെ അടിച്ചിട്ട് നിൽക്കൂ, പറഞ്ഞിട്ടിക്കൂ, നിസാറാക്കിട്ടിക്കൂ, ഒന്നുകും അല്ലാത്ത പോലാക്കിട്ടിക്കൂ. അപ്പറും ഇപ്പറും മാപ്പിളയും പെഞ്ഞയും അപ്പറ ഇപ്പറും ഇതിലേക്ക് അതർ അപ്പറ ഇപ്പറ ആ ഒരു ഇന്നർ കണക്ഷൻ ഞങ്ങൾ ഉൽഗത്തെ മര എടുക്കലോട് കൂടെ ഞങ്ങളെ ലൈഫും നല്ല ഒരു സന്തോഷത്തിലും എന്ന കാലത്തോളം നല്ല നെമ്മതിയിലും ജീവിച്ചിട്ട് ആ നെമ്മതിയുടെ ജീവന ഞങ്ങളെ മക്കവും അതിൽ ആസ്വദിച്ചിട്ട് അതേ ലെവലിലുള്ളത് മക്കവും പേടിച്ചിട്ട് മരിക്കുന്ന ടൈമിലും ചന്തത്തില് നല്ല ഹാപ്പിയില് എല്ലാം അക്കടപാടും അത് ഇത് എല്ലാം വീട്ടിട്ടും ഞങ്ങക്ക് ചന്തത്തിലും ഞങ്ങക്ക് വരച്ചിട്ട് പോകാവില്ലേ? യെസ് സർമ്മ, റൈറ്റ്? അപ്പൊ ഇന്നത്തെ ഇത് ഒന്നുകൂടി ഞങ്ങള് ഡീപ്പ് ലെവലില് ചിന്തിക്കുന്ന പോലത്തെ ഒരു സെഷനായിട്ട് ഇരിക്കുന്നത്, റൈറ്റ്? റെഡിയല്ലേ? ഞങ്ങൾക്ക് വേണായിട്ട് ഞങ്ങളെ ലൈഫ് ഏത് ടൈപ്പ് ഉണ്ട്, ഞങ്ങളെ ഫാമിലി ലൈഫ് എങ്ങനെ ചെന്നിട്ടു പഠിക്കുക വേണായിട്ട് ഞങ്ങൾക്കും ഒരു 10 മിനിറ്റ് ഞങ്ങൾ ഒന്ന് ദെക്കല്ലേ? റെഡിയല്ലേ? ദെക്കൊന്നും ഇല്ല ഞങ്ങളൊട്ടിಗೆ ನಾನು ಪಾಠ ಚೊಂದ ಶೈಲಿയില് ദെക്ക ഞങ്ങളൊട്ടിಗೆ ഞങ്ങൾക്ക് അതിന്റെ പരിഹാരം ഞങ്ങളെ ഉൽഗത്തിലെ കണ്ടെത്താം. റെഡിയല്ലേ? എന്നെങ്കിൽ നെക്സ്റ്റത്തെ ലൈവില് നാളത്തെ ലൈവില് ഞങ്ങൾക്ക് കാണാം. നൈസ് ടു മീറ്റ് യു. സി അഗൈൻ.